അച്ഛനും മക്കളും കൂടെ JCB കാണാണ് കേട്ടോ. ഇത്രയും സമയം എൻ്റെ കയ്യിലേനി ഞാൻ ഈ JCBൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആശ നേരെ റൂട്ട് അങ്ങോട്ട് മാറ്റി പിടിച്ച് അച്ഛൻ്റെ പരം ചാടിപ്പോയി കേട്ടോ. അപ്പോൾ ഇവമോളാണെങ്കിലോ സ്കൂളിട്ട് വന്നപ്പോൾ അത് അന്ന് നേരെ മേക്കഴുകാനൊന്നും വരാണ്ട് ഞാനിത് കാണട്ടെ അമ്മയെ മണ്ണ് മാന്തെന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾ പോന്നാലും ചെറിയ ആൾ പോരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവൻ ചെറുതായ സമയത്ത് നവമിക്ക് വേണ്ടിയിട്ട് പൂജിക്കാൻ അമ്പലത്തിൽ കൊണ്ടുവന്നൊരു JCB ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പാലത്തുമ്മലാണ്. അന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ JCB നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവൻ്റെ തുള്ളിച്ചാട്ടം ഈ JCBനോടുള്ള ഇഷ്ടമൊക്കെ കണ്ടിട്ട് ഡ്രൈവർ വാങ്ങി അവനെ വണ്ടിയിൽ വെച്ച് സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുകയും കുറേ സമയം അതിൽ ഇരിക്കുകയും പിന്നെ അതിൽ വെച്ച് അവനെ 2 റൗണ്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിനെ. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവൻ്റെ ഈ JCB പ്രേമം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മൂപ്പരെ കലാപരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടാ. തുള്ളിച്ചാട്ടവും വാശി പിടിക്കലും നിലത്ത് കിടന്ന് വയ്ക്കലും അങ്ങനെ എല്ലാം കൂടി ഇതാ ഡ്രൈവർ മൂപ്പരെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ പേടിയില്ലാണ്ടാണ് ഇരിക്കാൻ കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട് ഉരുണ്ടങ്ങാൻ വീകുമെന്ന്. വണ്ടി ഓണലല്ലെങ്കിലും നമുക്കൊരു പേടിയാണല്ലോ മൂക്കും കുത്തി താഴോട്ട് വീകുമോ എന്തെങ്കിലും ചെയ്താലോ. അത് നിറച്ച് പൊടിമണ്ണുള്ള ഒരു JCB ആണ് കേട്ടോ. ഓരെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവൻ്റെ ഒരു വാശി കണ്ടിട്ട് എടുത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ ചുറ്റിനും ഇപ്പോൾ പൊടിയൊന്നും പറക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് മണ്ണ് മാന്തിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളേനെ. JCBൻ്റെ കളർ കണ്ടില്ലേ, ഫുള്ളായിട്ട് മഞ്ഞ ഏതാ ചുവപ്പ് ഏതാന്ന് മനസ്സിലാവില്ല കേട്ടോ. അത്രയും മണ്ണിൽ പണിയെടുക്കണമല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ JCB കാണാൻ എത്ര ആൾക്കാരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നോമി വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓനെ ഞാൻ ഇറക്കി കൊണ്ടുവന്നേ പിന്നെ മണ്ണ് മന്തുന്നൊക്കെ കണ്ടത് ആ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടും നീങ്ങുന്ന ലക്ഷണമൊന്നുമില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സൈഡിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവനെങ്ങാനും ഒറ്റയടിക്ക് ഒരു ഓട്ടോ ഓടിയാലോ എന്ന് പേടിച്ചിട്ടേ അവസാനം ഇവനെ എടുത്ത് ഞാൻ എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനും കൂടെ ഇവരെ കൂടെ അങ്ങ് നിൽക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ പൊടി തീരും പറ്റൂല കേട്ടോ. പൊടി നമുക്ക് ആർക്കും പറ്റൂലല്ലോ. ഒന്നാമത് അലർജിയും അസുഖങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. ഇവൻ്റെ ഒരു വാശിപ്പുറത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ആശാന് നല്ല പനിയും ജലദോഷവും ചുമയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാനുള്ള ഒരു വകയും കൂടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഓളും കൂടി ഒന്ന് കൊടുത്തു വെക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അവരെ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.